بسم الله الرحمن الرحيم. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون
ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഈ മഹാസമ്മേളനത്തിൻ്റെ യോഗാധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, ഈ സദസ്സിൽ കൃത്യനിഷ്ഠയോടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന വനിതകളെ, പാതയോരത്ത്, ഹൈവേയുടെ ഓരത്ത് ആധുനിക ടെക്നോളജിയുടെ ഉച്ചഭാഷിണിയുടെ ശബ്ദം സാഗൂതം ശ്രവിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങളെ, അധുനാധുന സംവിധാനമായ ബൈലക് സംവിധാനത്തിലൂടെ ആകാശഭൂമികളുടെ ലോകത്ത് മനുഷ്യവാസമുള്ള ദിക്കുകളിലെല്ലാം ഈ സംവിധാനം ഉപയോഗിക്കുന്ന ഈ സമ്മേളനത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന ബഹുമാന്യരെ, കണ്ടിട്ടില്ലാത്തവരെ, പ്രാർത്ഥിക്കുന്നവരെ, സുഹൃത്തുക്കളെ, 2 പ്രഭാഷണങ്ങളിൽ അതിജയിക്കുന്ന ദർശനം എന്ന വിഷയത്തിലാണ് പ്രൗഢമായ ഈ സദസ്സിന്റെ മുമ്പിൽ ഈയുള്ളവൻ പ്രഭാഷണം നടത്തുന്നത്. ആകാശഭൂമികളെ സംവിധാനിച്ച സർവാധിനാഥ, വിധി നിർണയത്തിന്റെ നാളിനെ കൺട്രോൾ ചെയ്യുന്ന സ്വച്ഛാധിപതിയായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജ, ഈ ഒരു വിഷയാവതരണം മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വെളിച്ചമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അതിജയിക്കുന്ന ദർശനം എന്ന പദം, അതിജയിക്കുക എന്നത്, ഒരു ദർശനം എന്തിനെയാണ് അതിജയിക്കുന്നത്? ദൈവീക ദർശനം അതിജയിക്കുന്നു. എന്തിനെ? സകല മനുഷ്യനിർമ്മിത മതങ്ങളെയും. അത് പറയാനുള്ള ആർജവമാണ് ആധുനിക ലോകത്തെ മുസ്ലിം സംഘടനകൾക്ക് ചോർന്നു പോവുകയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. ഇത് ആർക്കെതിരെയുമുള്ള ഒരു പ്രഭാഷണമല്ല, എന്നാൽ ഇതാരെയും സുഖിപ്പിക്കാനുള്ള പ്രഭാഷണവുമല്ല. അതിജയിക്കുന്ന ദർശനം ഏതെങ്കിലും ഒന്നിനെ മാത്രമാണോ? എല്ലാറ്റിനെയും. ലോകത്ത് 714 കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് എത്ര മതങ്ങളുണ്ടോ അതിനെ മുഴുവനും അതിജയിക്കുന്ന ഒരു ദർശനം. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടെ കടക്ക് കത്തിവെക്കുന്ന ഉജ്ജ്വലമായ രക്തരഹിത വിപ്ലവം നയിച്ച ഒരു ജൈത്രയാത്ര നടത്തിയ ആദർശത്തിന്റെ അതിജയനത്തിന്റെ കഥ പറയുന്ന പ്രഭാഷണം. പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിക്കുന്ന, അതിജയിക്കുന്ന ഉജ്ജ്വലമായ ഒരു ദർശനത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നത്. എല്ലാ മതങ്ങളെയും, എല്ലാ ദർശനങ്ങളെയും, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, മത, സാംസ്കാരിക, നവോത്ഥാന സംരംഭങ്ങൾ ലോകത്ത് ഏതേത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ ആ സംരംഭങ്ങളെ മുഴുവനും അതിജയിക്കുന്ന ഒരു ദർശനം. ആ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാഗൂതം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. വബശ്ശിറ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് ഉലൈക ഹും ഉലുൽ അൽബാബ്. സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചക. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾക്ക്, വചനാമൃതങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചക. എല്ലാ പ്രസംഗങ്ങളെയും, എല്ലാ തത്വങ്ങളെയും കേൾക്കുക എന്നതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവീക വചനം, ഉജ്ജ്വലമായ ദൈവം അവതരിപ്പിച്ച സന്ദേശം, അത് കേൾക്കുക.
ഉപദേശങ്ങൾ കേൾക്കുക, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുക. ആര് പറയുന്നു എന്നതല്ല, എന്താണ് പോയിന്റ്, എന്താണ് സബ്ജക്റ്റ്, അതിൽ ഏറ്റവും നല്ലതിനെ സ്വീകരിക്കുക. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാകുന്നു അല്ലാഹു ഹിദായത്ത് നൽകിയത്. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. നോക്ക്, വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 17-18 വാചകങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പിൻ ഡ്രോപ്പ് സൈലൻസ്. പരസ്പരം സംസാരമില്ല, തോണ്ടി വിളിക്കലുകളില്ല, ആരും ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. എല്ലാവരും ഈ പ്രസംഗപീഠത്തിലേക്ക്, ഈ ശബ്ദത്തിലേക്ക്, ഈ വിഷയത്തിന്റെ പുതിയ ലോകത്തേക്ക് 1400 വർഷങ്ങൾ ലോകത്തിന്റെ റോമൻ, പേർഷ്യൻ, ഈജിപ്ഷ്യൻ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ കടന്നുപോകുന്ന ചൈത്രയാത്ര നടത്തിയ ദൈവിക ദർശനത്തിന്റെ മാഹാത്മ്യത്തിന്റെ ഉദ്ഘോഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ മതം, മുഹമ്മദ് നബി ഒരു മതം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളാരും മുഹമ്മദീയരല്ല. അല്ല, നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾ, പ്രവാചക തിരുമേനിയുടെ അനുയായികൾ. ആദം അലൈഹിസ്സലാമിൽ നിന്നാരംഭിച്ച് 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ ലോകത്തിന്റെ യൂഫ്രട്ടീസ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരം. എന്താണ് മെസപ്പൊട്ടോമിയ? 2 നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള സ്ഥലം. ഇറാഖ്, പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണ് ഇറാഖ്. നിങ്ങൾക്കറിയാം, ഇന്നും ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദ് അമേരിക്കയുടെ, ഇസ്രയേലിന്റെ, ബ്രിട്ടന്റെ കുൽസിതമായ തന്ത്രങ്ങൾക്ക് വിധേയമായി നശിപ്പിക്കപ്പെട്ട് ചാമ്പലാക്കപ്പെട്ട പ്രദേശം. ഇറാഖും പലസ്തീനും ചെച്ചിനിയയും ബോസ്നിയയും കോസോവോയും ലബനാനും അഫ്ഗാനിസ്ഥാനിന്റെ മലമടക്കുകളും ഗാസയും അതിന്റെ ദീനരോധനങ്ങൾ അർത്ഥഗർഭമായി മുഴങ്ങുന്ന ആധുനിക ലോകത്തിന്റെ സ്പന്ദനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് മാനവ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന ദൈവിക ദർശനത്തെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കരുണാമയനായ നാഥ, മഗ്‌രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ ജൈത്രയാത്രയുടെ കേരളത്തിന്റെ ആധുനിക ലോകത്തിലെ പുതിയ ഒരു കേൾവി ഇതാ ഇവിടെ നടക്കാൻ പോകുന്നു. നിന്റെ അനുഗ്രഹത്താൽ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും പൂർണ്ണമായ ഇഖ്ലാസിന്റെയും ദൈവിക ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ ലോകത്ത് നടത്തിയ വിപ്ലവ ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. അതൊരു വ്യക്തിയുടെ പേരല്ല, ഒരു ദേശത്തിന്റെ പേരല്ല, ഒരു കാലത്തിന്റെ പേരല്ല. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി വോളിയം 1 അതിന്റെ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹിന്ദുയിസം. വാട്ട് ഈസ് ഹിന്ദുയിസം? എന്താണ് ഹിന്ദുമതം? ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ ഒരു മതം. അതെ, ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ, പേർഷ്യക്കാർ, സി എന്ന പദത്തിന് പകരം ഹി എന്ന പദമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കോട്ടയത്ത് എന്നാൽ, പാലായിലും മീനച്ചി താലൂക്കിലും മീരാറ്റുപേട്ടയിലും ചെന്നാൽ ഭാര്യ എന്നല്ല പറയാ, ഭാര്യ. ഭൂമി എന്നല്ല പറയാ, ഭൂമി. അക്ഷരം മാറി, പക്ഷേ വസ്തുത ഒന്നാണ്. ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട നാഗരികത, അവിടെ ജീവിച്ചവരെ പേർഷ്യക്കാർ വിളിച്ചു ഹിന്ദുക്കൾ. അതൊരു സമൂഹത്തെ വിളിക്കാൻ ഉപയോഗിച്ച ഒരു പദം. ഒരു മതത്തെയോ ഒരു ദർശനത്തെയോ ഉപയോഗിക്കാൻ ഹിന്ദു എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ആർസീദത്തിന്റെ പ്രാചീന ഇന്ത്യയിൽ ഈ വസ്തുത രേഖപ്പെടുത്തുകയാണ്. മഹാത്മാഗാന്ധി രേഖപ്പെടുത്തി. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തി. ഗോർഡൻ ചൈൽഡിന്റെ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഈ യാഥാർത്ഥ്യം രേഖപ്പെടുത്തി. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും താളുകളിലും എന്തിന് ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകത്തിൽ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ഇത് രേഖപ്പെടുത്തി. ഭൂമിശാസ്ത്രപരമായ ഒരു സമൂഹത്തിന്റെ പേരാണ് ഹിന്ദു
ഹിന്ദുക്കൾ, ഇന്ത്യക്കാർ, ഇന്ത്യയിലെ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും ഹിന്ദുവാണ്, അടിസ്ഥാനപരമായി ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ ദുരുപതിഷ്ഠിത മനസ്സിന്റെ ഉടമകളോട് നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്ന് പറയല്ല. പ്രയോഗിച്ച ചരിത്രത്തിന്റെ ശകലങ്ങളിൽ ഭാരതീയരെ ഹിന്ദുക്കൾ എന്നവർ വിളിച്ചു പോന്നു. ക്രിസ്ത്യാനിറ്റി സാവൂളിന്റെ, സെന്റ് പോളിന്റെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിക്കിയ കൗൺസിലിൽ വെച്ച് സുനഗദോസ് കൂടി തീരുമാനിച്ച ക്രിസ്തുമതം വ്യക്തിയാധിഷ്ഠിതമായ മതമാണ്. ഭാഷാപരമായ ചരിത്രപരമായ പാഠങ്ങൾ, അതിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള പഠനങ്ങൾ, നമുക്ക് നൽകുന്ന വിവരങ്ങൾ, ബൈബിൾ നിഘണ്ടു കാലഘട്ടങ്ങളിലൂടെ എഴുതിയിട്ടുള്ള കുരുവിളയുടെ ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബൈബിളിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചവരുടെ, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിച്ചവരുടെ വാക്കുകൾ. എന്നാൽ ജൈനമതം ഒരു വ്യക്തിയുടെ പേരിലാണ്, വർദ്ധമാന മഹാവീരന്റെ പേരിലാണ്. ബുദ്ധമതം ശ്രീബുദ്ധന്റെ പേരിലാണ്. ഇസ്ലാം മുഹമ്മദ് നബിയുടെ പേരല്ല. പ്രദേശത്തിന്റെ, കാലത്തിന്റെ, ലോകത്തിന്റെ, ഭാഷയുടെ, ഗോത്രത്തിന്റെ പേരല്ല. ഇസ്ലാം സിൽം, സമാധാനം, ശാന്തി, സമർപ്പണം. അഫഗൈറ ദീനില്ലാഹ് യബ്ഗൂന വലഹു വസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗവൻ വഖറഅൻ വഇലൈഹി യുർജഊൻ. സൂറത്ത് ആൽ ഇംറാൻ 85-ാമത്തെ വചനം. ആകാശഭൂമികളിലെ സൂര്യചന്ദ്രന്മാർ ഏതൊരു മതം സ്വീകരിച്ചുവോ ആ മതം ഇസ്ലാം. സൂര്യന്റെ മതം ഇസ്ലാം, ചന്ദ്രന്റെ മതം ഇസ്ലാം, ഗാലക്സികളുടെ മതം ഇസ്ലാം, ആകാശഭൂമികളുടെ മതം ഇസ്ലാം, സാഗരത്തിലെ ആർത്തിരമ്പുന്ന തിരമാലകളുടെ മതം ഇസ്ലാം. അതുകൊണ്ട് തന്നെ സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, നക്ഷത്രങ്ങൾ മുസ്ലിമാണ്. സാഗരങ്ങളെ, നിങ്ങളും മുസ്ലിങ്ങൾ. അതേ, ഭൂമിയുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സകല കാണുന്നതും കാണാത്തതുമായ ജീവവർഗങ്ങളെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികൾ. അതുവഴി മുസ്ലിങ്ങൾ, അതുവഴി ഇസ്ലാം സ്വീകരിച്ചവർ. ഇസ്ലാം, ആ പദം സമർപ്പണം. ആരോടുള്ള സമർപ്പണം? ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മത്തിൽ കർമ്മം ചെയ്ത് സമാധി അടയാൻ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഏ ഇബ്രാഹിം, നീ ദൈവത്തിന് സമർപ്പിക്ക്. അപ്പോ ഇബ്രാഹിം നബി പറയൻ, ഞാൻ സമർപ്പിച്ചു. സൂറത്ത് ബഖറ 2-ാം അധ്യായം 131-ാമത്തെ വചനം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അതുകൊണ്ടാണ് മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മഖുൽ മുസ്ലിമീൻ, ഹുവ സമ്മഖുൽ മുസ്ലിമീൻ. നിങ്ങൾ മുസ്ലിങ്ങൾ, ദൈവത്തിനെ അനുസരിക്കുന്നവർ. അതൊരു ഗോത്രത്തിന്റെ, ഒരു സമൂഹത്തിന്റെ പേരല്ല. ഇത് ഉറക്കെ പറയണം. ആരോട്? കേരളത്തിലെ മലയാളികളോട് സ്നേഹപൂർവം, ഇന്ത്യയിലെ ഇന്ത്യക്കാരോട് സ്നേഹപൂർവം. ആരോട്? ഹിന്ദുവിനോട്, മുസ്ലിമിനോട്, ക്രിസ്ത്യാനിയോട്, ജൈനനോട്, മതമുള്ളവനോട്, മതമില്ലാത്തവനോട്, കമ്മ്യൂണിസ്റ്റുകാരനോട്, നിരീശ്വരവാദിയോട്, മതനിഷേധിയോട്. മതനിരാശം ജീവൽ ഗന്ധിയായി മാറ്റിയ, ന്യൂനപക്ഷത്തിന്റെ കരാളാസ്തങ്ങളിൽ മുങ്ങിക്കുളിച്ച, ഭൗതിക പ്രമത്തതയിൽ ആപതിച്ചുപോയ യൗവനത്തോട് വിളിച്ചു പറയാൻ. അതിനാ യൗവനം. ശരി, എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഒരു ദർശനം, അതാണല്ലോ ഇസ്ലാം. അല്ലാഹു പറയൻ, 14 നൂറ്റാണ്ട് പിന്നിട്ട് ഈ മതം പൂർത്തിയായിട്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുൽ ഇസ്ലാമ ദീന വറദിതു ലക്കുൽ ഇസ്ലാമ ദീന. 5-ാം അധ്യായം സൂറത്ത് മാഇദ 3-ാമത്തെ വചനം. അൽയൗമ, പർട്ടിക്കുലർ ഡേ, ഒരു പർട്ടിക്കുലർ ഡേ. അൽയൗമ ഇൻവെർട്ടഡ് കോമ. ആലോചിച്ച് നോക്കിയ, ഒരു പർട്ടിക്കുലർ ഡേ. ഇസ്ലാം പൂർത്തിയായി ദുൽഹജ്ജ് 9. ആ പർട്ടിക്കുലർ ഡേ അതാണ്. മാന അലൈഹിൽ യൗമ വഅസ്ഹാബി. റസൂലുള്ളാഹിന്റെ വിശദീകരണം, മാനുസില ഇലൈഹിം, താങ്കളിലേക്ക് നാം വഹി നൽകിയതിനെ താങ്കൾ വിശദീകരിച്ചു കൊടുക്കുന്നു. മാനുസില ഇലൈഹിം. സൂറത്ത് മാഇദ. വളരെ വ്യക്തം. അല്ലാഹുവിന്റെ റസൂൽ പറയണം, മാന അലൈഹിൽ യൗമ വഅസ്ഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്തെ സഹാബത്തിന്റെ ദീൻ വിശദീകരിക്കുന്നില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി
അംറുനാ ഫൗറദ്ദുൻ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ ഖീല വമൻ അബാ യാ റസൂലല്ലാഹ് വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആമദം ദീൻ, അവ്യക്തതകളുടെ കരിനിഴൽ വീഴാത്ത ദീൻ, സംശയങ്ങളുടെ തെല്ലും കടന്നു വരാത്ത ദീൻ, അധാർമികതയുടെ ഒരു സൂചിപ്പൊട്ട് പോലും കടന്നു വരാത്ത ദിവ്യ വെളിപാടുകളുടെ സമാഹാരം. ദാറ്റ്സ് ഓൾ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ لو أنزلنا هذا القرآن على جبل لرأيته خاشيا متصدعا من خشية الله وتلك الأمثال نضربها للناس. വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം 24-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 82-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം 21-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 82-ാമത്തെ വചനം. വ്യക്തമാണ്. ഈ ഗ്രന്ഥം, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്നാ ചോദ്യം. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ സന്ദർഭത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് സൂറത്ത് സഫിൽ അല്ലാഹു പറയൻ, മോഡേണിസ്റ്റുകൾ, സയനിസ്റ്റുകൾ, മൊസാദ്, അമേരിക്ക, ഇംഗ്ലണ്ട്, റഷ്യ, മോസ്കോ, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ, ഞാൻ പറയുന്നുണ്ട്, ആ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകളുണ്ട്. ജനപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആധുനിക ചർച്ചയിൽ അതിജയിക്കുന്ന ദർശനത്തിന്റെ മാഹാത്മ്യം നാം വളരെ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. അവിടെ ബ്രിട്ടൻ, ഇസ്രയേൽ, ഇന്ത്യയിലെ തന്നെ സംഘ് പരിവാരങ്ങൾ എല്ലാം ഇസ്ലാമിന് നേരെ അതിന്റെ ദമഷ്ടങ്ങൾ നീട്ടിയിരിക്കുന്ന കാലഘട്ടം. ഗുജറാത്തിന്റെ കഥ പറയുന്ന, ഗുജറാത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ വന്ന, മാപ്പ് പറയുന്നു ഞാൻ ഇന്ത്യൻ ജനതയോടെന്ന പശ്ചാത്താപത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ലോകത്തേക്ക്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ ലോകത്തേക്ക് ഇസ്ലാമിക സമൂഹം ഒരു ട്രാപ്പിംഗിൽ, ഒരു കൂട്ടിൽ, ഒരു പുതിയ കെണിയിൽ പെടാൻ പോകുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. സടകുടഞ്ഞെഴുന്നേറ്റ് ജാഗ്രത പുലർത്തി, കണ്ണും കാതും കൽബും എല്ലാം ജാഗ്രതയോടെ ഉയർത്തെഴുന്നേൽക്കേണ്ട ഉറക്കമില്ലാത്ത നാളുകൾ. അതാണ് ഇനി ഇസ്ലാമിക ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം. ജിഹാദിന്റെ പുതിയ മുറവിളികൾ നടക്കുന്ന ലോകത്ത്, ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലോകത്ത്, ഇസ്ലാമിന്റെ താടി ഭീകരവാദത്തിന്റെ താടിയാകുന്ന ലോകത്ത്, ഇസ്ലാമിന്റെ തലപ്പാവ് ഭീകരവാദത്തിന്റെ തലപ്പാവാകുന്ന ലോകത്ത്, ഇസ്ലാമിന്റെ ബാങ്കുലികൾ അന്യനെ കൊല്ലാനുള്ളതാണെന്ന പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുടെ ലോകത്ത്, ഇസ്ലാം മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള പ്രത്യയശാസ്ത്രമാണെന്ന പലരുടെയും പൂതി ഇതാ ഇവിടെ ജാഗ്രതയോടെ മനസ്സിലാക്കി വേണം നാം ഒരു കാര്യം മനസ്സിലാക്കാൻ. എന്താണത്? യുരീദൂന, അവരുദ്ദേശിക്കുന്നു എക്കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ വിരോധികളും യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്. കണ്ടോ? ലിയുത്ഫിഉ നൂറല്ലാഹ്. മുഹമ്മദ് നബിയുടെ മതമല്ല, അല്ലാഹുവിന്റെ പ്രകാശം. അതെന്താ? ദീനുൽ ഇസ്ലാം. അഫഗൈറ ദീനില്ലാഹ് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. അല്ലാഹുവിന്റെ ദീനല്ലാത്ത ഒന്നിനെ മതമായി നിങ്ങൾ തേടുകയാണോ? അല്ലാഹുവിന്റെ ദീൻ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സൂറത്ത് ആൽ ഇംറാൻ 19-ാമത്തെ വചനം, സൂറത്ത് ആൽ ഇംറാൻ 84-ാമത്തെ വചനം, സൂറത്ത് ആൽ ഇംറാൻ 85-ാമത്തെ വചനം, എല്ലാം അല്ലാഹുവിന്റെ ദീൻ. അതാണ് അല്ലാഹുവിന്റെ ദീൻ. ആ അല്ലാഹുവിന്റെ ദീനിനെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ പ്രസംഗത്തിലൂടെ സുഹൈൽ ഇബ്നു അംർ ചെയ്തതാണ്, നമ്രൂദ് ചെയ്തതാണ്, ഫിറൗൻ ചെയ്തതാണ്, ഹാമാൻ ചെയ്തതാണ്. അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദുഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വമാ നഖമു മിൻഹും. വിശ്വസിച്ചതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് മുസ്ലിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ
പൊട്ടി അതിന്റെ ശബ്ദം പുറത്തേക്ക് വന്ന് ആർത്തിരമ്പിച്ചിരിച്ച ഒരു ജനപദം ഒരൊറ്റ കാരണം കൊണ്ട്. എന്തേ അത്? ഇല്ല അയ്യഖൂലു റബ്ബുനല്ലാ, ഇല്ല അയ്യഖൂലു റബ്ബുനല്ലാ, അല്ലയാ ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞതല്ലാതെ. 22-ാം അധ്യായം 39-40 വചനങ്ങൾ. അപ്പോ അങ്ങനെ ഒരു സമുദായം അവിടെ കഴിഞ്ഞുപോയി. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാ, നെതന്യാഹു ഊതി നോക്കി, ഏരിയൽ ഷാരോൺ ഓതി നോക്കി, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓതി നോക്കി, കാർൽ മാർക്സും എംഗൽസും ലെനിനും ഓതി നോക്കി, EMS നമ്പൂതിരിപ്പാട് ഊതി നോക്കി, സകല വിജയന്മാരും ഊതി നോക്കി. ഈ പ്രകാശത്തെ കെടുത്താൻ സാധ്യമല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന്റെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ എന്തൊക്കെ ശക്തികൾ, റോം, പേർഷ്യൻ, ഈജിപ്ത്, ലോകത്തിലെ മുഴുവൻ നാഗരികതകളും കാട്ടപ്പുകയ്ക്ക് കഴുത്തി ഞെരിച്ചു കൊന്ന് ചാമ്പലാക്കി അറബിക്കടലിന്റെ ആഴങ്ങളിൽ എറിയാൻ ശ്രമിച്ചവരോട് സ്നേഹമേ ഉള്ളൂ ഞങ്ങൾക്ക്, സഹതാപമേ ഉള്ളൂ ഞങ്ങൾക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ സിട്ടാവ് അവതരിപ്പിച്ച ദൈവിക ദർശനത്തെ നിങ്ങൾ അറിയാതെ പോയി എന്നതിലെ ദുഃഖമല്ലാതെ സഹതപിക്കുകയല്ലാതെ. വയാ ഖൗമി മാലി യദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലന്നാർ മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ. 40-ാം അധ്യായം 41-ാമത്തെ വചനം. ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹേയ് മുജാഹിദുകളെ, എന്താ നേരത്തെ ഇസ്ഹാഖ് മൗലവി പറഞ്ഞില്ലേ, ആരെയും നരകത്തിന്റെ ആളുകളാക്കാനല്ല. വയാ ഖൗമി മലിയദൂകും ഇലൻ നജാത്ത്. എന്ത് പറ്റി? ഹേയ് നിങ്ങൾക്ക് എന്ത് പറ്റി? ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉദാഹരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ഉദാഹരണം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസലി വമസലുക്കും കമസലി റജുലിൻ. തീ കത്തിച്ച ഒരു പുരുഷന്റെ ഉദാഹരണം ശ്രദ്ധിക്ക്. ആ തീയിലേക്ക് ഈയാമ്പാറ്റകൾ, വണ്ടുകൾ എല്ലാം പാറിപ്പറന്നു വരുന്നു. എല്ലാവരും അതിലേക്ക് വരുന്നു. അതിൽ നിന്ന് തടുക്കുന്നവനെ പോലെ ഞങ്ങളെ മടിക്കട്ട് അര ഇതിങ്ങനെ പിടിച്ചിട്ട് അരുത്, നരകത്ത് പോകരുത്. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം, ഇതാണ് ഇസ്ലാം. ആരും നരകത്തിലെത്തരുത്. ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഒരു ജൈനനും ബൗദ്ധനും ഒരൊറ്റ മനുഷ്യരും ബാല സുരേന്ദ്ര ദേവ എല്ലാരോടും മാറണം, മാറ്റി ചിന്തിക്കണം. ദൈവീക ദർശനത്തിലേക്കുള്ള മടക്കം. ശരി, എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഈ ദർശനത്തിന്റെ പ്രമാണം എന്താ? എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഈ ദർശനം കേട്ടോ. യുരീദൂന, അവരുദ്ദേശിക്കുന്നു, ലിയുത്ഫിഉ നൂറല്ലാ, അല്ലാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താൻ. കാഫിറുകൾ, സത്യനിഷേധികൾ എത്ര തന്നെ വെറുത്താലും അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കും. ഓർക്കണം, 61-ാം അധ്യായം 8-9 വചനങ്ങൾ തീർന്നില്ല. ഹുവല്ലദീ അർസല റസൂലഹു, ഹുവല്ലദീ അവനാണ്, അർസല റസൂലഹു റസൂലിനെ അയച്ചത്. എന്തിന്? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സത്യപ്രകാശവും മാർഗദർശനവുമായി അവനാണ് അവന്റെ പ്രവാചകനെ നിയോഗിച്ചത്. എന്തിനു വേണ്ടി? കേട്ടോളൂ, എന്തിനു വേണ്ടി? അതിജയിക്കുന്ന ദർശനത്തിന് വേണ്ടി. അലദ്ദീനി കുല്ലിഹി, എല്ലാ മതങ്ങളെയും കണ്ടോ, എല്ലാ മതങ്ങളെയും അതിജയിക്കുന്നൊരാദർശം. വലൗ കരിഹൽ മുശ്രികൂൻ, ബൗദ്ധൈവ വിശ്വാസികൾക്ക് എത്ര വെറുപ്പായാലും. കണ്ടോ, ഇസ്ലാം വിനയത്തിന്റെ തലകുനിക്കലുകളുടെ ദർശനമല്ല, അല്ല, നെഞ്ചൂക്കോടെ വിരിച്ചു നിൽക്കാൻ പോകുന്ന ഒരാദർശം. അതാർക്കെതിരുമല്ല, ആരെയും ഉന്മൂലനം ചെയ്യാനല്ല. എന്നാൽ ജീവിതത്തിന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷകളുടെ, ശിക്ഷകളുടെ ആ ലോകത്ത് രക്ഷപ്പെടാൻ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അല്ലാഹുവിന്റെ നീതി, ഒരാളും ആക്രമിക്കപ്പെടാത്ത, നീതിയോടുകൂടി തീർപ്പ് കൽപ്പിക്കുന്ന, മരണാനന്തരം നിങ്ങൾക്ക് കടന്നു ചെല്ലാനുള്ള പ്രവിശാലമായ സ്വർഗ നരകങ്ങളുടെ ലോകം. അവിടേക്കാ അല്ലാഹ് നമ്മളെ വിളിച്ചത്.
അതുകൊണ്ട് എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന ഒരു മതം, അതാണ് ഇസ്ലാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇസ്ലാമിന്റെ പ്രമാണത്തെ വെല്ലാൻ പോകുന്ന ഒരു പ്രമാണം ഇവിടെയുള്ള ഹിന്ദുവിന്റെ കൈകളിലില്ല, ക്രിസ്ത്യാനിയുടെ കൈകളിലില്ല, കമ്മ്യൂണിസ്റ്റുകാരന്റെ കൈകളിലില്ല. വിശുദ്ധ ഖുർആനിനെ വെല്ലാൻ പോകുന്ന ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികളില്ല. 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളില്ല, ദശോപനിഷത്തുക്കളില്ല. ഈശാവാശോപനിഷത്തോ, ബൃഹദാരണ്യോപനിഷത്തോ, മുണ്ഡോപനിഷത്തോ, കഠോപനിഷത്തോ, ശേതരോപനിഷത്തോ, തൈത്തിരീയോപനിഷത്തോ ഖുർആനിനെ വെല്ലുന്ന ഗ്രന്ഥമല്ല. ഇത് വെല്ലുവിളിയല്ല, ഇത് പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെന്റ്. പരിശോധിക്കാം, ആർക്കും വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥം അതാ വിശുദ്ധ ഖുർആൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. 4-ാം അധ്യായം 82-ാമത്തെ വചനം. ഖുർആനിൽ ഒരു വൈരുദ്ധ്യം കൊണ്ടുവാ. വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥം വെല്ലുവിളിയാണ് ആർക്കും, ലോകത്തെ ഏത് നാട്ടിലും. അതെ, വൈൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ ഫഇൻ ലം തഫഅലു വലൻ തഫഅലു ഫതഖുൻ നാർ അല്ലതി വഖുദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 23-24 വചനം. ജിന്നുകളെ, മനുഷ്യവർഗത്തിലെ മഹാസിദ്ധിയുള്ളവരെ, സാഹിത്യ തറവാട്ടിലെ അറബികളെ നിങ്ങൾ വെല്ലുവിളിക്കുന്നു ഖുർആൻ. ഖുർആനിനെ പോലെ ഒരു അധ്യായം, ഖുർആനിനെ പോലെയുള്ള ഒരു വചനം നോ, ഒരിക്കലും ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഒരിക്കലും ഒരു ശക്തിക്കും അങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥം പഠിക്കേണ്ടതല്ലേ അല്ലേ? പരിശോധിക്കേണ്ടതല്ലേ? ഇത് പറയാൻ മടിയുണ്ടോ? മടിക്കേണ്ടതുണ്ടോ? ഇതാർക്കെതിരല്ല, എല്ലാവർക്കും അനുകൂലമാണ്. ഒരു ബൈബിളും ഇല്ല, ഒരു തെൽമൂദും, ഒരു സെന്നവസ്തും, ഒരു കൗടില്യന്റെ ആസ്തശാസ്ത്രവും ഈ ഗ്രന്ഥത്തിന്റെ ധാർമ്മികതയുടെ മുമ്പിൽ തകർന്നു പോകും. ഇല്ലേ? ഈ ഗ്രന്ഥത്തിന്റെ ധാർമ്മികതയുടെ മുമ്പിൽ തകർന്നു പോവില്ലേ? കേട്ടോളൂ. ബൈബിൾ ദൈവീക ഗ്രന്ഥം എന്ന് പറയുന്നു, ആയിരുന്നു ഒരു കാലം മുമ്പ്. അതെ, ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂർ. തൗറാത്തിൽ പ്രകാശവുമുണ്ട്, മാർഗദർശനവുമുണ്ട്. 5-ാം അധ്യായം 44. ഇന്നാ അൻസൽന ഇൻജീല. അല്ലാഹു ഇൻജീലിനെ അവതരിപ്പിച്ചു. ഫീഹാ ഹുദം വനൂർ, അതിൽ മാർഗദർശനമുണ്ട്, പ്രകാശമുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? വവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون. പൗരോഹിത്യത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചു. വേദഗ്രന്ഥത്തിൽ സ്വന്തമായിട്ട് വചനങ്ങൾ ഉണ്ടാക്കി, അവരുടെ വക എഴുതി ചേർത്തു, പലതും അവർ ഉപേക്ഷിച്ചു. അപ്പൊ വേദഗ്രന്ഥം മനുഷ്യനിർമ്മിത ഗ്രന്ഥമായി. ഫോർ എക്സാമ്പിൾ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വചനം, നോഹ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഭാഗം. ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരെന്നാണ് നൂഹ് നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. മാതൃകായോഗ്യൻ, തെറ്റുപറ്റാത്ത മഅ്സൂം, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ 1-ാമത്തെ ആള്. പക്ഷേ ബൈബിളിലോ ധർമാധർമ്മ വിവേചനം തേടി ബൈബിളിലെത്തുന്ന ഒരു ബൈബിൾ വിദ്യാർത്ഥിക്ക്, ഉദാഹരണം, നിങ്ങളിൽ ഒരാൾ ബൈബിളിലെ ധാർമ്മികത പഠിക്കാൻ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വചനം, മദ്യപിക്കുന്ന നോഹ പ്രവാചകൻ. എങ്ങനെ? ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് മദ്യമാണ്. അതും മദ്യപിച്ച ഒരു പ്രവാചകൻ, സാധാരണക്കാരനല്ല. നഊദു ബില്ലാഹ്, നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും വയ്യ. നോഹ പ്രവാചകൻ മദ്യപിച്ചു, ലക്ക് കെട്ടു, ബൈബിള് പറയാൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഉരിഞ്ഞുപോയി, ഉടുതുണി ഉരിഞ്ഞു, നഗ്നനായിട്ട് അദ്ദേഹം കിടന്നു. മക്കള് വന്നിട്ട് പിറകോട്ട് റിവേഴ്സ് ഗിയറില്, ബാപ്പാന്റെ നേരെ നോക്കാതെ റിവേഴ്സ് ഗിയറിൽ ചെന്നിട്ട് ബാപ്പാനെ ഡ്രസ്സ് ധരിപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം ഇന്നും ക്രൈസ്തവരുടെ ദേവാലയത്തിൽ വെച്ച ബൈബിളിലെ വാചകമാണ്. ക്രിസ്ത്യാനികൾ പരിശോധിക്കണം.
നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോൾ ഉള്ളത് സാവൂളിന്റെ മതത്തിലാണ്. സെന്റ് പോൾ എന്ന ക്രിസ്തു മതത്തെ യേശുക്രിസ്തുവിന്റെ മുഖ്യ ശത്രു രൂപീകരിച്ച സാവൂളിന്റെ സെന്റ് പോളിന്റെ മതത്തിലാ നിങ്ങളിപ്പോ. യേശുക്രിസ്തുവിന്റെ ആശയത്തിലല്ല. തീർന്നില്ല. ദാവൂദ് അലൈഹിസ്സലാം ആരാ? രാജാവും പ്രവാചകനുമാണ്, പരിശുദ്ധനാണ്. ദാവൂദ് നബിയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം അറിയോ? അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ അദ്ദേഹം ഇങ്ങനെ ഉലാത്തുകയാണ്. മട്ടുപ്പാവിൽ ഇങ്ങനെ പോവാൻ. അപ്പൊ കൊളക്കടവില് സൈന്യാധിപന്റെ സുന്ദരിയായ ഭാര്യ കുളിക്കുകയാണ്. ഓളെ കണ്ടപ്പോ ദാവൂദ് നബിക്ക് വികാരമുണ്ടായി. ഒരു ദൈവിക ഗ്രന്ഥം പറയാൻ പരിശോധിക്കണം. അതാണ്, ആർക്കെതിരുമല്ല ഇത്. നിങ്ങൾ പിഴച്ചു പോയതിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ്. ആലോചിച്ച് മട്ടുപ്പാവിൽ ഒരു പ്രവാചകൻ ഉലാത്തുക, എന്നിട്ട് കൊളക്കടവിൽ കുളിക്കുന്ന ഒരു പെണ്ണിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുക. തീർന്നില്ല. അവളോട് രാജകൊട്ടാരത്ത് വരാൻ കൽപ്പന. രാജകൊട്ടാരത്തിൽ വന്നു. അവളുമായി ദാവൂദ് അലൈഹിസ്സലാം ബന്ധപ്പെട്ടു. നഊദു ബില്ലാഹ്. എന്നിട്ട് അവള് ഗർഭം ധരിച്ചു. തീർന്നില്ല. സൈന്യാധിപന്റെ തലയിൽ ദാവൂദ് നബി അത് വെച്ച് കെട്ടി. തീർന്നില്ല. അംഗീകരിക്കാത്തതിന്റെ പേരിൽ യുദ്ധത്തിൽ വെച്ച് ഈ സൈന്യാധിപനെ ദാവൂദ് നബി ചതിച്ചു കൊന്നു. 5 പാപങ്ങളാണ് ദാവൂദ് നബി എന്ന പ്രവാചകന്റെ പേരിൽ ബൈബിൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് 2 ശാമുവേൽ 11 അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനം. ഇനി എന്റെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിള് പരിശോധിച്ച് പ്രവാചകന്മാരുടെ മാതൃക പഠിച്ച് നന്നാകാൻ വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ നന്നാകാൻ കഴിയും? പ്രവാചകന്മാരൊക്കെ എങ്ങനെ? തീർന്നില്ല. മദ്യപിച്ചു, ലക്ക് കെട്ടു, 2 പെൺകുട്ടികളെ, സ്വന്തം മക്കളെ കിടപ്പറയിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് സ്വന്തം മക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആര്? ലൂത്ത് അലൈഹിസ്സലാം, ലോത്ത പ്രവാചകൻ. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 31 മുതൽ 36 വരെയുള്ള വചനം. ആലോചിക്കണം. ഈ സംഭവം ഉണ്ടായപ്പോ കേരളത്തിൽ ഒരു സംഭവം നടന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അച്ഛൻ സ്വന്തം മകളെ ലോഡ്ജ് കൊണ്ടുപോയിട്ട് നിരന്തരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. അച്ഛൻ ഒരു മോളെ ലോഡ്ജ് കൊണ്ടുപോയി. മോളെയായിട്ട് എന്നും ലൈംഗിക ബന്ധത്തിൽ പിടിക്കപ്പെട്ടു. വനിതാ മാസിക ഈ വിഷയം ഇന്റർവ്യൂ നടത്തിയപ്പോ ഈ അച്ഛനോട് ചോദിച്ചു, അല്ല, ഒരച്ഛൻ മകളുമായി ബന്ധപ്പെടുകയോ? എന്തൊരു കഥയായത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ ക്രിസ്ത്യാനിയായ അച്ഛൻ പറയാൻ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. എന്റെ ബൈബിളിൽ, ദൈവിക ഗ്രന്ഥത്തിൽ ലോത്ത പ്രവാചകൻ മദ്യപിച്ച് സ്വന്തം മക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്ന മതം, മാനവ വിമോചനത്തിന്റെ ദർശനം ഖുർആനിൽ എവിടെയെങ്കിലും 114 അധ്യായങ്ങൾ, ഫാത്തിഹ, ബഖറ, ആൽ ഇംറാൻ, നിസാ, മായിദ, അൻആം, അറാഫ്, അൻഫാൽ, തൗബ, യൂനിസ്, ഹൂദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് റഅദ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹിജ്ർ, സൂറത്ത് നഹ്ൽ, സൂറത്ത് ഇസ്രാ, സൂറത്ത് ഖഫ്, അങ്ങനെ അന്നാസ് വരെയുള്ള 114 അധ്യായങ്ങളിലെ ഏതെങ്കിലും ഒരു വരിയിൽ മാനവിക വിരുദ്ധമായ ഒരു പരാമർശം. ഇനി എന്താ? കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി യേശുക്രിസ്തു. അതാണ് ബൈബിളിലെ ഒന്നാമത്തെ അത്ഭുതം. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം, യേശുക്രിസ്തു മദ്യം വിളമ്പിയിട്ടില്ല. ജൂതന്മാർ യേശുക്രിസ്തുവിൽ ആരോപിച്ച തോന്നിയാസമാണ്. അല്ലേ? ആകട്ടെ, പോകട്ടെ, തുലയട്ടെ, എന്തുമാകട്ടെ, കുടിക്കട്ടെ, നശിക്കട്ടെ കേരളം. പുതിയ മുദ്രാവാക്യം. യുവാക്കളെ, എവിടെ നിങ്ങളുടെ വിപ്ലവ വീര്യം? എവിടെ? കുടുംബത്തിന്റെ അത്താടിയായി തീരേണ്ട യുവാക്കൾ മരിച്ചൊടുങ്ങി, എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്തവരായി. എവിടെ നിങ്ങളുടെ കർമ്മനിരതമായ യൗവനമെവിടെ? ചരിത്രത്തിന്റെ തീജ്വാലയാകേണ്ട നിങ്ങളുടെ യൗവനമെവിടെ? ഊടുവഴികളിൽ പൊലിഞ്ഞു പോകാനുള്ളതല്ല. അശീശിലും പെത്തടിലും ബറൂൺ ഷുഗറിലും പാമ്പിനെ കൊത്തിച്ച വിനോദങ്ങളിലും ഉയരാനുള്ളതല്ല നിങ്ങളുടെ യൗവനം. യുവാക്കളെ, സടകുടഞ്ഞെഴുന്നേൽക്കുക യുവാക്കളെ. അബ്കാരി കോൺട്രാക്ടർമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശുക്രിസ്തുവിനെ പച്ചവെള്ളം മദ്യമാക്കാമെങ്കിൽ
ഞങ്ങൾക്ക് എന്തുകൊണ്ട് സ്പിരിറ്റ് മദ്യമാക്കിക്കൂടാ? ഒരു ദൈവിക ഗ്രന്ഥത്തിന്റെ പരാജയം. വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ. എന്തൊരു വാക്ക്, എത്ര ഉജ്ജ്വലം. ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരിയുടെ കീഴിൽ ലക്ഷക്കണക്കിന് അനുയായികളിൽ ഒരാൾ പോലും ഒരു തുള്ളി മദ്യപിക്കാത്ത ഏതെങ്കിലും ഒരു രാജ്യം റഷ്യക്ക് അവകാശപ്പെടാനില്ല, പേർഷ്യക്ക് അവകാശപ്പെടാൻ ലോകത്തൊരു രാജ്യത്തിനുമില്ല, ഇസ്ലാമിന്റെ മദീനക്കല്ലാതെ. മദ്യപാനമില്ലാത്ത, മദ്യഷാപ്പില്ലാത്ത, വിദേശ മദ്യമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, പലിശാലയം ഇല്ലാത്ത ലോകത്തിലെ ഏക രാജ്യം അതായിരുന്നു അറബ് രാജ്യം. അറബ് രാജ്യം. തീർന്നില്ല. ഹൈന്ദവ വേദഗ്രന്ഥം ഇന്നും നിങ്ങൾക്കറിയാം, കൗശീതകി ബ്രാഹ്മണോപനിഷത്തിന്റെ 3-1 വാചകം വായിക്കണം. മാതൃവധം പിതൃവധവും മോഷണവും ഭ്രൂണഹത്യയും തുടങ്ങിയുള്ള പാപങ്ങൾ ചെയ്താലും ചെയ്തുകൊണ്ടിരുന്നാലും എന്റെ ആളുകൾക്ക് യാതൊരു ശങ്കയും ഉണ്ടാകരുത്. ആലോചിക്കണേ, ദൈവീക വചനം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വചന. മാതൃവധം, പിതൃവധം, മോഷണം, ഭ്രൂണഹത്യ തുടങ്ങിയ പാപങ്ങൾ ചെയ്താലും ചെയ്തുകൊണ്ടിരുന്നാലും എന്റെ ആളുകൾക്ക് യാതൊരു ശങ്കയും ഉണ്ടാകരുത്, അവന്റെ മുഖത്ത് യാതൊരു വാട്ടവും ഉണ്ടാകരുത്. ഇത് ദൈവികമാണോ? അതിശയനത്തിന്റെ ദർശനമാണോ? തീർന്നില്ല. ബ്രാഹ്മണനെ ശകാരിക്കുന്ന ക്ഷത്രിയന് 100 പണവും, വൈശ്യനെ ശകാരിക്കുന്നവന് അതുപോലെ 200 പണവും, ശൂദ്രനെ ചാട്ടവാറടിയുമാണ് ശിക്ഷ. അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ചാതുർവർണ്ണ്യം മായാസിട്ടം ഗുണകർമ്മ വിഭാഗശേ തദീഹരമണീയാം ശരണേ ഹബ്യാശേ ഹയതേ രമണീയാം യോനി അപധ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ഡാലയോനി എന്നല്ലേ ഛന്ദോപനിഷത്തിൽ പറഞ്ഞത്, എന്നല്ലേ ഗീതയിൽ പറഞ്ഞത്? ചാതുർവർണ്ണ്യമില്ലാത്ത മതം, ദൈവീക ദർശനം, മനുഷ്യരെ ഒന്നായി കാണുന്ന. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അതേ വിശുദ്ധ ഖുർആൻ, ഫൽയൻദുറിൽ ഇൻസാൻ യാ അയ്യുഹൽ ഇൻസാൻ മാ ഖറക ബിറബ്ബിക്കൽ കരീം 20 തവണ. സൂറത്ത് ബഖറ 21 വചനം, സൂറത്ത് ബഖറ 168 വചനം, സൂറത്ത് ബഖറ 213 വചനം, സൂറത്ത് നിസാ 1 വചനം, 82 അധ്യായം 6 വചനം, 84 അധ്യായം 5-6 വചനങ്ങൾ, 85 അധ്യായം 5-6-7 വചനങ്ങൾ. ഇതിലെല്ലാം മനുഷ്യരെ, ആദമിന്റെ മക്കളെ എന്ന് വിളിക്കുന്ന ഈ ദൈവിക ദർശനം, ഇന്ന അബാക്കും വാഹിദ്, ഇന്ന റബ്ബുക്കും വാഹിദ്, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. നിങ്ങളുടെ ദൈവം ഏകൻ. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫത്തഖൂൻ. 23 അധ്യായം 52 വചനം. മനുഷ്യരെ, ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ, ഒരു തറവാട്ടുകാർ എന്ന് പറയുന്ന ഉജ്ജ്വലമായ ദർശനം തീർന്നില്ല. നോക്കൂ, ബ്രാഹ്മണൻ ക്ഷത്രിയനെ ശകാരിച്ചാൽ 50 പണവും, ശൂദ്രനെ വൈശ്യനെ ശകാരിച്ചാൽ 25 പണവും, ശൂദ്രനാണെങ്കിൽ 12 പണവുമാണ് ശിക്ഷ. മനുസ്മൃതി 8 അധ്യായം 267, 268 സൂക്തങ്ങൾ. പക്ഷേ ഇസ്ലാം സ്വന്തം മകളാണ് കട്ടതെങ്കിലും അവളുടെ കൈമുറിക്കുമെന്ന് പറയുന്ന മതം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു എന്ന് പറയുന്ന മതം. വലവല അൻഫുസികും ബിൽ വാലിദൈനി വൽ അഖറബീൻ ഇൻ യകൂനു ഗനിയൻ ഔ ഫഖീറാ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ദിവ്യപ്രോക്തമായ ദൈവിക വചനം. 5 അധ്യായം 8 വചനം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ് എന്ന് പറയുന്ന 4 അധ്യായം 135 വചനം. സ്വന്തം കുടുംബത്തിനും മാതാപിതാക്കൾക്കും മക്കൾക്കും പണക്കാരനും പണിക്കാരനും എതിരായാൽ പോലും നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് പറയുന്ന നീതിയുടെ ദർശനം. ലോകത്ത് നീതിയുടെ ജൈത്രയാത്ര നടത്തിയ ദർശനം. നീതിയെക്കുറിച്ചും സകല സത്യത്തെക്കുറിച്ചും പഠിപ്പിക്കുമെന്ന് ബൈബിൾ പ്രവചിച്ച ആ പ്രവാചകൻ ശിഷ്യശാഖാ സമുന്നിതമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ കിട്ടദ്വൈബായന വേദവ്യാസൻ പറഞ്ഞ പ്രവാചകൻ
തീർന്നില്ല. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ വആഖരീന മിൻഹുൽ ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. യാ അയ്യുഹന്നാസ് ജനങ്ങളെ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള പ്രവാചകനാണ്, ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. 7-ാം അധ്യായം 158-ാമത്തെ വചനം, 34-ാം അധ്യായം 28-ാമത്തെ വചനം. ഇതിലെല്ലാം ലോകത്തിന്റെ പ്രവാചകൻ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, സകല മനുഷ്യരുടെയും പ്രവാചകൻ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. അതാണ് നബി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി, ആ തത്വം, ആ ദർശനം അത് ലോകത്ത് അതിജയിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല. ഹദീസ്, വിശുദ്ധ ഖുർആൻ അതാണ്. ഹദീസോ ലോകത്തേതെങ്കിലും ഒരു വ്യക്തിയുടെ, ശ്രദ്ധിക്കണം, കാർൽ മാർക്സിന്റെ, എംഗൽസിന്റെ, ലെനിന്റെ, കാർൽ മാർക്സ് ഒരു വ്യക്തി എന്ന നിലക്കാട്ടോ, ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലക്കല്ല, മുഴുകുടിയനായിരുന്നു. കാർൽ മാർക്സ് കള്ളു കുടിക്കാത്ത ഒരൊറ്റ മണിക്കൂറും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ. ഞാനല്ല പറയുന്നത്, കാർൽ മാർക്സ് പറയാൻ എന്റെ സർവകലാശാല മദ്യശാലയായിരുന്നു. ഞാൻ കള്ളുകുടിച്ച് പൂക്കുറ്റിയായിട്ട്, കാട്ടറായി അടിച്ച് പൂക്കുറ്റിയായിട്ട് എന്നെ ജയിലടച്ചു. എന്റെ ജയിലിലെ മുഴുവൻ കൂട്ടുകാരും മദ്യപാനികളായിരുന്നു. കള്ളുഷാപ്പ് തല്ലുണ്ടാക്കിയിട്ട് പോലീസിനെ ഓടിച്ചിട്ടിടിച്ചു. ഈ കാർൽ മാർക്സിന് മദ്യമുക്തമായ ഒരു ലോകം ഉണ്ടാക്കാൻ കഴിയോ? 63 കൊല്ലം ജീവിച്ചിട്ട് മദ്യത്തിന്റെ തമ്പ് കൈകൊണ്ടും ചുണ്ടുകൊണ്ടും തൊട്ടിട്ടില്ലാത്ത മുഹമ്മദ് വിളിക്കുന്നു നിങ്ങളെ വിമോചനത്തിലേക്ക്. കടക്കണ്ണിട്ട് 1000 കഴുകക്കണ്ണുകളുള്ള സുന്ദരി സ്ത്രീകൾ, ആ സൗന്ദര്യമുള്ള പെണ്ണ് മാടി വിളിച്ചിട്ട് ഒരിടക്കണ്ണിട്ട് നോക്കാത്ത മുഹമ്മദ് നബിയുടെ ധാർമ്മിക ബോധം, അതല്ലേ ലോകത്തിന് ആവശ്യം? അല്ലേ പ്രിയപ്പെട്ടവരെ? എന്താ ഹദീസ്? 19 ലക്ഷം നിവേദകരുടെ, എങ്ങനെ 19 ലക്ഷം നിവേദകരുടെ ജീവിതം നഖശികാന്തം പഠിച്ചിട്ടാ നബിയുടെ ജീവിതം രേഖപ്പെടുത്തി. 19 ലക്ഷം റിപ്പോർട്ടർമാരുടെ. ലോകത്തേതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ? നബീനെ പറ്റി ഒരാള് പറഞ്ഞാലേ അയാളെ വിശ്വസിക്കല്ല, അയാളെ പൂർണ്ണമായി പഠിച്ചിട്ട് പരിശോധിക്കുക. തീർന്നില്ല. ഇമാം ബുഖാരി റഹ്മഹുല്ലാ എത്ര കൊല്ല? 16 കൊല്ലം. എത്ര? 16 കൊല്ലം. 6 ലക്ഷം ഹദീസിനെ മുന്നിൽ വെച്ചിട്ട് പഠിച്ചോളി. സഹീഹുൽ ബുഖാരി അന്റെ കുട്ടിക്കളിയല്ലടോ, ചുമരെഴുത്തുകാരാ, നിന്റെ കുട്ടിക്കളിയല്ല സഹീഹുൽ ബുഖാരി. 16 കൊല്ലം നിരന്തരമായി വിവാഹം പോലും മറന്ന്, ഇസ്ലാം വളരെ ഉജ്ജ്വലമായി പഠിപ്പിച്ച വിവാഹം പോലും മറന്ന്, ഹദീസ് 2 മാസ വഴി ദൂരമുള്ള പ്രദേശത്ത് ഒരു ഹദീസിന് വേണ്ടി യാത്ര ചെയ്ത സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി, റഷ്യയിലെ ബുഖാറയിൽ ജീവിച്ച ഇമാം ബുഖാരി 16 കൊല്ലം 1.25 വ്യാഴവട്ടക്കാലം 6 ലക്ഷം ഹദീസിനെ മുന്നിൽ വെച്ച് പഠിച്ചിട്ട് 7275 ഹദീസുകൾ. ഓരോ ഹദീസ് സ്വീകരിക്കുമ്പോഴും 2 റക്അത്ത് നമസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചു സ്വീകരിച്ച സഹീഹുൽ ബുഖാരി. അതിൽ ലൈഫില്ല. ബുഖാരിയിലെ ഹദീസിനെ ആദരിച്ച് ഗ്രന്ഥത്തിൽ നിർത്താൻ ഒരു വിദ്വാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുക. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉണ്ട്, അതിനെ ബഹുമാന പുരസ്സരം കിതാബിൽ നിർത്താൻ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആര് പഠിപ്പിച്ചു ഇത്? ആരാ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്? സഹീഹുൽ ബുഖാരി ആവർത്തിച്ച വചനമില്ലാതെ 2672 ഹദീസുകളാണ് ബുഖാരിയിലുള്ളത്. സഹീഹുൽ ബുഖാരിയിൽ ആവർത്തനമില്ലാതെ. ആ സഹീഹുൽ ബുഖാരി ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലെ 2ാമത്തെ പ്രമാണമാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിലെ ആധികാരിക ഗ്രന്ഥം സഹീഹുൽ ബുഖാരി. പിന്നീട് സഹീഹ് മുസ്ലിം 5 ലക്ഷം ഹദീസുകളാണ് ഇമാം മുസ്ലിം പഠിച്ചത്. 5 ലക്ഷം ഹദീസുകൾ. സഹീഹ് മുസ്ലിം 4800 ഹദീസാണ് സഹീഹ് മുസ്ലിമിലുള്ളത്. 4800 ഹദീസുകൾ.
സഹീഹ് മുസ്ലിം അതിന്റെ പുറംചട്ടക്കുള്ളിലുള്ള മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ്, 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 സ്വീകാര്യോഗ്യമാണ്, പ്രമാണമാണ്, വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. തീർന്നില്ല. ഇമാം അബൂ ദാവൂദ് സഹീഹ് മുസ്ലിം 5 ലക്ഷമല്ല 3 ലക്ഷം. ഇമാം അബൂ ദാവൂദ് 5 ലക്ഷം ഹദീസ്. 5 ലക്ഷം ഹദീസുകളിൽ നിന്ന് 3 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയത് 9200 ഹദീസുകളാണ്. മറ്റേത് ഇമാം അബൂ ദാവൂദ് 4800. ഇമാം അബൂ ദാവൂദിന്റെ റിപ്പോർട്ടിൽ 4800. അത് തിരിച്ചു മനസ്സിലാക്കും. അങ്ങനെ പഠിച്ചിട്ടുള്ള മഹാന്മാർ തീർന്നില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ 10 ലക്ഷം ഹദീസുകളാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന് കിട്ടിയത്. ആ 10 ലക്ഷം ഹദീസുകളെ മുന്നിൽ വെച്ചിട്ട് 1,50,000 ഹദീസുകളാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ കൊണ്ടുവന്നതും സ്വീകരിച്ചു. ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം ബൈഹഖിയുടെ, തുർമുദിയുടെ എല്ലാം അതിലേറ്റവും സഹിയായ അതാണ് ഇസ്ലാമിന്റെ പ്രമാണം. ഏത് ലഈഫ്, ഏത് മുൻഖതി, ഏത് മൗദൂ പഠിച്ചു മനസ്സിലാക്കി ലോകത്ത് പ്രകാശം പരത്തേണ്ട നാം, അജയ്യമായ ഒരു ദർശനത്തെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട നാം പരാജയപ്പെട്ടു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ഇസ്ലാമിന്റെ പ്രമാണം ഇതാണ്. ചുരുക്കി വിശദീകരിക്കാൻ, ഇനി ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ആദർശം ഏകദൈവാരാധനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്. 3-ാം അധ്യായം 18-ാമത്തെ വചനം. തീർന്നില്ല. ഹദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം 52-ാമത്തെ വചനം, സൂറത്ത് ഇബ്രാഹിമിലെ അവസാനത്തെ വചനം. ഹദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ള ബലാഅ്, എത്തിച്ചു കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും. 120 കോടി മനുഷ്യർ വസിക്കുന്ന ഇന്ത്യയിൽ, അതിനേക്കാൾ ഒരല്പം കൂടുതലുള്ള ചൈനയിൽ, 714 കോടി ജനങ്ങളുള്ള ലോകഘടനയിൽ ഹദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ള ഉത്ബോധനമാണ്. ഖുലിയ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. വല്ലാത്ത വാക്കുകൾ. അതെ, വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും. അല്ലേ, അല്ലേ, തീർന്നില്ല. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. 3-ാം അധ്യായം 64-ാമത്തെ വചനം, 29-ാം അധ്യായം 46-ാമത്തെ വചനം, 16-ാം അധ്യായം 125-ാമത്തെ വചനം, 41-ാം അധ്യായം 33-ാമത്തെ വചനം. ലോകരെ, ക്രൈസ്തവരെ, മജൂസികളെ, ജൂതന്മാരെ, കുലിയ അഖിലൽ കിതാബി, ജോർജ്, മാധവ, സുരേന്ദ്ര, ഏരിയൽ ഷാരോൺ, നെതന്യാഹു, തആലൗ, വരൂ, ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഇരിക്കാം നമുക്ക്. നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഒന്നാണ്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. ഏറ്റവും പ്രഥമമായ കൽപ്പന ഏതാണ് ഗുരു? ഇസ്രായേലേ, കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ അവനെ അടിവരയിടണം, അണ്ടർലൈൻ ചെയ്യണം. അവരെ എന്ന് ബൈബിള് പറഞ്ഞില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അവനെ, സിംഗുലർ, പ്ലൂറലല്ല, സിംഗുലർ, ഏകവചനം. അവനെ, അവനെ, അഹദ്, അഡോണ എലോഹിൻ, അഡോണ യഹ്. അവൻ ഏകനാണ്, അവൻ ഏകനാണ്, അവന് തുല്യരായ ഒരാളുമില്ല. ഇല്ല. അങ്ങനെയുള്ള ലോകനാഥനെ, ആകാശഭൂമികളുടെ തമ്പുരാനെ, സിട്ടാവിനെ, പടച്ചതമ്പുരാനെ, ദീദീവകനെ, വിരാട് പുരുഷനെ, ഹിരണ്യഗർഭനെ, അവനെ ആരാധിക്കാൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും കൃമികീടങ്ങളെയും ആഴിയുടെ അഗാധതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ, ആകാശവിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ, ഡെസേർട്ടിൽ ഒരു മണൽത്തരിക്ക് സ്ഥാനചലനമുണ്ടാകുന്നുവെങ്കിൽ കോടാനുകോടി കാനനങ്ങളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ചില്ലകളിൽ, കോടാനുകോടി ഇലകളിൽ ഒരു ഇല നട്ടിട്ട് താഴെ വീഴുന്നുവെങ്കിൽ അതറിയുന്ന രാജാതിരാജനെ
അവനെ പരിചയപ്പെടുത്താൻ. ശവകുടീരങ്ങളിലേക്കല്ല, അല്ല, ഇസ്രായേലിലേക്കെട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. മാർക്കോസിലെ 12-ാം അധ്യായം 29, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 പറയുന്നു, എന്ത്? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എത്ര ക്ലിയറാണ്, എത്ര വ്യക്തമാണ്. ഏകം സദ്ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമത ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. ഇന്നലെ 58-ാം പിറന്നാളായിരുന്നു അമ്മയുടെ. ആരുടെ അമ്മ അറിയില്ല. ആരുടെ അമ്മയാ അവര്? നമുക്കാർക്കും അറിയില്ല. ഭാര്യയായാലേ അമ്മയാവും, ഭാര്യയായില്ല പിന്നെ എങ്ങനെ അമ്മയാവും? ആരുടെ അമ്മ നമുക്കറിയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേന്ദ്രമന്ത്രിമാർ ഓ രാജഗോപാൽ അമ്മയുടെ മുമ്പിൽ കിടന്നു, 2 കാൽപാദങ്ങൾ ചുംബിച്ചു. വീരേന്ദ്രകുമാർ 2 കാൽപാദങ്ങൾ ചുംബിച്ചു. MP വീരേന്ദ്രകുമാർ MP, ചിന്ത കൊണ്ടും പഠനം കൊണ്ടും ധന്യനായ വീരേന്ദ്രകുമാർ സൃഷ്ടിച്ച സിട്ടാവിന്റെ മുമ്പിൽ ശിരസ് കുനിച്ച് പരിചയമില്ലാത്ത വീരേന്ദ്രകുമാർ സൃഷ്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുകയാണ്. അതെ ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈദേവായ അവിശാവിദേമാം എന്ന് പറഞ്ഞ ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ റിക്കിൽ പറഞ്ഞ ആകാശഭൂമികളെ സൃഷ്ടിച്ച സിട്ടാവിന്റെ മുമ്പിൽ കുമ്പിടേണ്ട കേന്ദ്രമന്ത്രിയും 2 ദിവസം മന്ത്രിയായ വീരേന്ദ്രകുമാറും സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കാഴ്ച. 58 വയസ്സ്. വീരേന്ദ്രകുമാറിന് 60 കഴിഞ്ഞു. ഓ രാജഗോപാലിന് 60 കഴിഞ്ഞു. ചിന്തിച്ചില്ല. 66 വയസ്സുള്ള ഞാൻ 58 വയസ്സുള്ള പെണ്ണിന് ദൈവമായി. അപ്പൊ ഈ കഴിഞ്ഞ 8 കൊല്ലോ രമേശൻ നായരെ നിങ്ങൾക്ക് വയസ്സെത്രേ? 60. അമ്മക്കോ 54. രമേശൻ നായരെ 6 കൊല്ലം നിങ്ങൾ ആരുടെ വായു ശ്വസിച്ചു? 6 കൊല്ലം ആരുടെ വെള്ളം ശ്വസിച്ചു? നമ്മളെപ്പോലെ വായു ശ്വസിച്ച വെള്ളം കുടിച്ച ആവശ്യമുള്ള ഹൃദയമിടിപ്പുള്ള അതേ രോഗമുള്ള കഷ്ടപ്പാടുകളുള്ള നൊമ്പരങ്ങളുള്ള മനുഷ്യർ. സായിബാബ 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ടേ മരിക്കുന്നാ പറഞ്ഞ്. മരിച്ചില്ലേ? കിഡ്നി വീക്കായില്ലേ? 130 ഗ്രാം ഭാരമുള്ള സ്വന്തം ശരീരത്തിലെ കിഡ്നി വീക്കായത് സായിബാബ അറിഞ്ഞില്ല. ഹാർട്ട് വീക്കായത് അറിഞ്ഞില്ല. ലെൻസ് അടിച്ചു പോയത് അറിഞ്ഞില്ല. പുട്ടപ്പർത്തിയിലെ സായിബാബക്ക് സ്വന്തം ശരീരത്തിലെ അവയവം കേടുവന്നത് അറിഞ്ഞില്ല. അങ്ങനെയുള്ള റബ്ബിനെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ആണോ? മംഗലാപുരത്തിന്റെ എയർപോർട്ടിൽ 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ പൈലറ്റ് ഒന്ന് ഉറങ്ങിപ്പോയപ്പോ 60ഓ 68ഓ ജീവൻ പൊലിഞ്ഞു. ഒന്ന് മയങ്ങിയപ്പോ ലോകത്തിന്റെ സിട്ടാവിന് മയക്കല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവനാണ് ആരാധനക്കർഹൻ. എന്തുകൊണ്ട്? മാധവ ദേവദാസേ, എന്തുകൊണ്ട്? ആകാശഭൂമികളെ സൃഷ്ടിച്ച സിട്ടാവിലേക്ക് അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജ്റു വദ്ദവാബ് വകസീറും മിനൻ നാസ്. അതെ, വമിനൽ ലൈലി വിശുദ്ധ ഖുർആൻ പറയാൻ വമിൻ ആയാതിഹിൽ ലൈലു വൻ നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹില്ലദീ ഖലഖഹുൻ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും മരങ്ങളും എല്ലാം അല്ലാഹുവിനെ ആരാധിക്കുന്നു. മരങ്ങൾ, ഒരു മരവും, ഇനിയുള്ള പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം, ഒരു മരവും മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ഇന്ന് വരെ ആരാധിച്ചിട്ടില്ല.